കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ കള്ളിവയൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവസാനം പറഞ്ഞത് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയാണോ ശശി തരൂർ എന്ന്. ശരിക്കും അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ അബദ്ധമൊന്നും പറ്റുന്ന ആളല്ല. പക്ഷെ ഇതിന്റെ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചാല്, അങ്ങനെ ഒരു ED മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം UN-ന്റെ വഴി ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത്. അദ്ദേഹം ഷെയർ ചെയ്തതാണ് ഇദ്ദേഹം വീണ്ടും ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹമാണോ ഇദ്ദേഹത്തിന്റെ സ്റ്റാഫ് വല്ലതും ആവേശത്തിലെടുത്ത് ചെയ്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിനകത്തൊരു ചെറിയൊരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള എൻഡ്യൂറൻസ് ഡൊമൈൻ ടെക്നോളജി ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരാണ് ഈ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് 2012 ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ആ ഡൊമൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പൊ ഈ പുതിയതായി വന്നിരിക്കുന്ന വോട്ട് വെബിൻ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വൈബിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇവര് 2025 ചെയ്തേക്ക് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് ഇപ്പൊ ഈ സർവേ നടത്തിയെന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തമ്മിൽ ഒരു ദുരൂഹത ആവശ്യമില്ലാതെ വരുത്തിയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് ഒരുപക്ഷെ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരു വിഡ്ഢിത്തരം ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്ക് ഒട്ടുമില്ല. കാരണം അത്യാവശ്യം നല്ല വിവരമൊക്കെ ഉള്ള ഒരാൾ തന്നെ അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആരെങ്കിലും ഇതൊക്കെ കണ്ടപ്പം, അദ്ദേഹത്തിന് ഇത്രയും പെർസെന്റേജ് ഉണ്ടെന്നൊക്കെ കണ്ടപ്പം ഏറെ ആവേശത്തിന് ചെയ്തിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇവരെ ആരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത്. കാരണം ഈ കമ്പനി ഇപ്പം വോട്ട് വൈബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സർവേ നടത്തിയെന്ന് പറയുന്നത്, അവർ 2025 മാത്രമായി വെബ്സൈറ്റ് അവർ വന്നിരിക്കുന്നത്. അത് ഇവർ ഇതേവരെ ഒരു പാരമ്പര്യവും ഇല്ല, ഇങ്ങനെയൊന്നും ചെയ്തൊരു പാരമ്പര്യവും ഇല്ല, അങ്ങനെ ഒരു പ്രസിഡന്റും ഇല്ല. അതുപോലെ തന്നെ അവരൊട്ടും പ്രൊഫഷണലും അല്ല. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വന്നപ്പോഴത്തേക്ക് ഇതെന്തോ ഒരു നാടകം ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ആരാ ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബലമായ സംശയം. കോൺഗ്രസ് നേതാക്കൾ ഇത്രമാത്രം സംശയിക്കുന്നുവെങ്കിൽ ശശി തരൂർ അതുപോലും അതിന്റെ അടുത്ത് പോലും ഒരു സംശയവും ഇല്ലാതെയാണ് അത് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ED മാത്യു എന്നൊരാൾ എഴുതിയത് അതേപടി റീട്വീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ ശശി തരൂർ ചെയ്തതാവില്ലല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റാഫ് ചെയ്തതാവുകയില്ലല്ലോ. അങ്ങനെ അബദ്ധം പറ്റിയതാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ തിരുത്തിയേനെ. അങ്ങനെ ഒരു തിരുത്തൽ വന്നിട്ടില്ല ശ്രീ ജോസഫ് വാഴക്കൻ. അല്ല, എനിക്കിത് എന്നെ അത്ഭുതപ്പെടുന്നത്, കാരണം അദ്ദേഹം ഒന്നും അങ്ങനെ മണ്ടത്തരം ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കമ്പനി നടത്തിയുള്ള സർവേ, അത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പേര് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ട്വീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു അപമാനകരമായ കാര്യമുണ്ടോ? തരൂർ തന്നെയാണ് സർവേക്ക് പിന്നിലെങ്കിലോ? അദ്ദേഹം ആഗ്രഹിച്ച ഒരു സർവേ ആയിരുന്നുവെങ്കിലും ഇവിടെ ശ്രീകുമാർ മനയിൽ പറയുന്നുണ്ടായിരുന്നു, സ്വയം നടത്തിച്ച ഒരു സർവേയിൽ താൻ തന്നെ മുന്നിലെത്തിയപ്പോൾ പിന്നെ അദ്ദേഹം അത് റീട്വീറ്റ് ചെയ്യാതിരിക്കണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ഒരു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ അത്രയും ചീപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അത്രയും ഒരു ലോ ലെവലിലുള്ള ആളായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത് പറയാനൊന്നും കഴിയുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തെ ആരോ കബളിപ്പിക്കുന്നുണ്ടോ, അതോ ഇനിയിപ്പോ BJP തന്നെ ഇതിനകത്തൊരു സർക്കസ് കളിച്ച് ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണോ എന്നോ എനിക്കറിയില്ല. ഇപ്പൊ ഏതെങ്കിലും ആട്ടെ, അത് എന്തോ ഒരു കളി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം അത് അങ്ങനെ സാധാരണഗതിയിൽ ഇതിലൊന്നും വീഴുന്ന ഒരാളുമല്ല, അങ്ങനെ വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സംഭവം ഇതാണ്, ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഇത് ചെയ്ത അതേ ആളുകൾ തന്നെയാണ് ഈ വോട്ട് വൈബ് .in എന്ന് പറഞ്ഞതും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ഒരു ദുരൂഹത വരുന്നുണ്ട്. ഇതൊരു പക്ഷേ ഇതാരെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടോ? ഇതിനകത്തൊക്കെ രാഷ്ട്രീയമല്ലേ, ഇതിനകത്തൊക്കെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് പേര് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ, ഈ സർവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വന്ന ഈ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നതൊക്കെ വ്യാജമാണ്, തട്ടിപ്പാണ്, ഒരു കഥയുള്ള കാര്യമല്ല. ഇനി UDF ജയിക്കുമെന്നാണ് സർവേ റിപ്പോർട്ട്, അത് തള്ളിക്കളയേണ്ടി വന്നിരിക്കുകയാണ്. ഈ വോട്ട് വൈബിന്റെ സർവേ റിപ്പോർട്ടിൽ UDF-നാണ് മേൽക്കൈ, അത് വെറുതെ അല്ല, വ്യക്തമായ മേൽക്കൈ. അല്ല, അത് പിന്നെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. UDF ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് സർവേക്കാരനോ ഏത് തട്ടിക്കൂട്ടുകാരനോ ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പിണറായി വിജയൻ 3ാമത് ജയിക്കുമെന്നും പറഞ്ഞിട്ട് സർവേ കൊണ്ടുവന്നാൽ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പൊ എല്ലാവരും ആര് സർവേ ഉണ്ടാക്കിയാലും ഇങ്ങനെ കൊണ്ടുവന്നാലേ അത് ജനങ്ങൾക്കൊരു വിശ്വാസ്യത വരുള്ളൂ. കാരണം ജനങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച്. അങ്ങനെയാണെങ്കിൽ അവിടെ വിശ്വാസത്തിന്റെ ഒരു എലമെന്റ് ആണോ ഈ തരൂരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യൻ എന്നുള്ള ആളുകളുടെ അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടാക്കിയ ആളുകള് അവർക്ക് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ News 18
നിങ്ങളൊരു 10-30 കുട്ടികളുടെ പേരിട്ടിട്ട് ഇതാ ക്ലാസ് സി ആയിട്ടുള്ള, അതാ നമ്മുടെ ഗ്രേഡ് സി ആയിട്ടുള്ള കോൺഗ്രസിന്റെ കണ്ടത്തിലുള്ള ഇന്നടത്തൊക്കെ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തു. എന്തൊരു വല്ല കാര്യമുള്ള കാര്യമാണോ? അങ്ങനെ അത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് സർവേ ഒന്നുമല്ല കേട്ടോ, അത് സർവേ ഒന്നുമല്ല, അത് AICC യിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരം അനുസരിച്ച് തന്നെയാണ്. അല്ലെങ്കിൽ അവർ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചോളൂ, അവർ ഓരോരുത്തരുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അതാത് മണ്ഡലങ്ങളിൽ അവരോട് സജീവമാകാൻ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ. അയ്യോ, ഞാനും ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് അത് ശരിക്കറിയാം. അല്ല, ഞാൻ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ. ഇതിനകത്ത് അത്യാവശ്യം കഴിഞ്ഞ 10-50 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. ഇങ്ങനെ ഇവരോടെല്ലാം സജീവമാകാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരോടൊക്കെ സജീവമാകാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്? ഇതൊക്കെ വെറുതെ ഒരു തരം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും. എനിക്കതിനിപ്പോ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു കാര്യമല്ല പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് സർവേ റിപ്പോർട്ടുകൾ ഇവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പോർട്ടലുകളിൽ മുഴുവൻ ഇതുപോലെ സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും അതൊക്കെ വ്യാജമാണ്. പക്ഷെ ഇവിടെ അത് ഷെയർ ചെയ്തിരിക്കുന്നതും അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, തിരുവനന്തപുരം MP ആണ്. അതാണ് ഇതിനകത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിലാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അത് അത്ഭുതപ്പെടുത്തലല്ല, അത് കൃത്യമായിട്ട് സന്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് നൽകുകയാണ് ശശി തരൂർ. ഒന്നുകിൽ എന്നെ പുറത്താക്കൂ, അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കൂ. അതാണ്. അതല്ലേ ഒരു വിശ്വപൗരനായിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വപൗരനായി നമ്മളെല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു മണ്ടത്തരം പോയി കാണിക്കുക എന്നുള്ളത് എനിക്കൊരു വലിയ സംശയം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കാണിച്ച അടുത്ത മണ്ടത്തരമാണോ അടിയന്തരാവസ്ഥക്കെതിരെ ലേഖനം എഴുതിയത്, ഇന്ദിരാഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചത്? ആ ലേഖനം താങ്കൾ വായിച്ചു കാണുമല്ലോ. ഒരു കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ താങ്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇദ്ദേഹമൊക്കെ നമ്മളൊക്കെ വലിയ സാധാരണക്കാരായ ആളുകളാണ്. നാട്ടുപുറത്ത് സാധാരണ ജനങ്ങളുടെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. ഇതുപോലുള്ള വിശ്വപൗരന്മാരായ ആളുകൾ അവരൊക്കെ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്, അവരൊക്കെ ചിന്തകൾ എന്താണ് എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ലാത്തതാണ്. കാരണം അവരുടെയൊക്കെ ചിന്തകളൊക്കെ എങ്ങനെയൊക്കെയാ പോകുന്നത് എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ ഒക്കെ ഇത്രയും വലിയ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ ചിന്തകളൊക്കെ ആയിരിക്കും. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളല്ല ഇതൊന്നും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ കമന്റ് പറയുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെതായ അനിവാര്യത ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതിന്റെ നടത്തിപ്പിനിടയിൽ അല്ലെങ്കിൽ അതിനിടയിൽ ആരെങ്കിലും ഒക്കെ ഓവർ പ്ലേ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ കോൺഗ്രസ് കാലാകാലങ്ങളിൽ സമ്മതിച്ചിട്ടുമുള്ള കാര്യങ്ങൾ. പക്ഷെ ഇവിടെ നെഹ്റു കുടുംബത്തെ ആക്ഷേപിക്കുകയാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ആരാണ് നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്നത്? അത് BJP ആണ്. അപ്പോൾ BJPയുടെ നാവാണ് അവിടെ ശശി തരൂരിന് വന്നിരിക്കുന്നത്. അതെങ്ങനെ സഹിക്കാൻ കഴിയും കോൺഗ്രസിന്? ഈ സംസ്ഥാന കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇന്ന് സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് കൃത്യമായി അഭിപ്രായമുണ്ട് അദ്ദേഹം എഴുതിയ ലേഖനത്തെക്കുറിച്ച്, പക്ഷെ ഞാനത് ഇവിടെ പറയുന്നില്ല, ഇതെല്ലാം പറയേണ്ടത് ദേശീയ നേതൃത്വത്തോടാണ് എന്ന്. അപ്പോൾ കടുത്ത അതൃപ്തി ഇപ്പോഴും ഉണ്ടല്ലോ കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനെതിരെ. ഹൈക്കമാൻഡ് ഒരു നടപടി എടുക്കുന്നില്ല എന്നത് കൂടിയല്ലേ ആ അതൃപ്തിക്ക് കാരണം? അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സമിതിയിലെ അംഗമാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് ഓപ്പണായി അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുന്നതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഞങ്ങൾ ആരും ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അത് അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയാണ് അതിന്മേലെ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളത് അവരാണ് എടുക്കേണ്ടത്. അത് ഞങ്ങളാരും ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പരസ്യമായിട്ട് തള്ളിപ്പറയല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തള്ളിപ്പറയാണ്. അതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ല.